ഒരു കാര്യമില്ലാന്ന്. വൈകുന്നേരം വരെ വിറ്റ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ട് ലാഭം. മമ്മുക്ക ആ ഇയ്യാ വാ. സൈനുവെ കുടിയെ കണ്ടില്ല എവിടെ? ആ ഞമ്മള് പുരേന്ന് ഇറങ്ങിയാൽ ഓൾ ഉടനെ ആരും കഴിക്കാനിറങ്ങും. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരീതി. അന്റെ പുകലുണ്ട? എന്റെ വീട്ടിൽ എന്ത് വല്ല വിരുന്നുകാരും വന്നിട്ടുണ്ടോ? ജാനു എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കല്ലേ കൊച്ചു കണ്ണി. ആ അതുപോട്ടെ, എപ്പോഴാ കല്യാണം? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? നീ നിന്റെ പുയ്യപ്പനെ കണ്ടിട്ടല്ലേ വന്നിരിക്കുന്നത്? അല്ലോ, ഞാൻ കണ്ടിട്ടുകൂടില്ലാട്ടോ. അതെനിക്കറിയാം. നായരെ, കടുപ്പത്തിന് മധുരം കൂട്ടി ഒരു ചായ. ചായ ഇല്ല. അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള വരിപ്പിക്കണ്ട. നായരറിഞ്ഞില്ലേ, ഊട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു. ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. ആ പുതിയ സിനിമ കൊട്ടായി തുറന്ന? ഓ നന്നായി. ആ നായർ കേക്കണ, നമ്മൾ ഇന്നാളൊരു സിനിമ അതിലൊരുത്തണ്ടല്ല ഇച്ചിരി തലയായിട്ട്. പേരെന്തായാലും ആ രാവണൻ. ഓനങ്ങോട്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും. എന്റെ നായരെ നമ്മള് പള്ളേന്നൊന്ന് കാളിപ്പോയിട്ട. ഓന്റെ കയ്യിൽ എന്തോന്നുണ്ടല്ലേ, ഒരു വെറും കൊള്ളിയല്ലേ ഗദ. എന്ത് ഗദ? ആ ഗദ. നായര് 3 ഇത്തിരി തലയാണ്. 10. ആ ഈ പണി ചെയ്യുന്നതിൽ ഇപ്പൊ ഏതാ ചങ്ങാതിന് മുടിവെട്ടായിരുന്നു നല്ലത്. ഒറ്റയടിക്ക് 50 രൂപ കിട്ടും. ജാനോർത്തെ എന്തുവാടാ? പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നുണ്ട്. ചണ്ടിയും മേലെ ഒക്കെ ആയിട്ട് വരുന്നത്. നമുക്ക് പോവാം, വാ. ഇത് നല്ല സിനിമയായിരിക്കും. എനിക്ക് പോണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും? നിനക്ക് വേറെ ജോലിയില്ലടാ. പോ, പാടത്ത് പോയിക്കോട്ടെ. പൊട്ടാ നടക്കും. ഞങ്ങളുടെ വയറ്റുപഴുപ്പല്ലേ സാറേ, പെട്ടെന്ന് അങ്ങനെ നിർത്തിയാലോ? അതിനാ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞു. നിനക്കൊക്കെ വേറെ പൊഴപ്പറയില്ലടാ. നിന്റെ പേരെന്തോടാ? എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാ. വരട്ടെ.
വെള്ളി പൂച്ച കണ്ണടച്ചിട്ടാ പാൽ കുടിക്കുക അല്ല ഞാൻ ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അന്തിയോളം കൂകി വിളിച്ച് കൊട്ടി നടന്നിട്ട് 5 റുപ്യേ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ചെണ്ടയുടെ വാടക ആര് കൊടുക്കും? ഇപ്പോഴേ തരാൻ നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടാ? ഇല്ലെങ്കിൽ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്നാശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചേർന്നു. ആ നീ വാ. അമ്മണി നിനക്ക് അന്തോണി ഇല്ലടി അവിടെ? ഇല്ല, പുറത്തു പോയിരിക്കാം. പുതിയ വെള്ളം വന്നിട്ടുണ്ടോ? നല്ലത് വന്നിട്ടുണ്ട്. താനിപ്പോ സിനിമയ്ക്ക് എവിടെ നടക്കല്ലേ? മതിയായി പെങ്ങളെ, മതിയായി. നടക്ക്. ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാരം വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിര് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? സുമാർ ഒരു 6-7 വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10-16 വയ്ക്കും. എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസം ആവും? പണി തുടങ്ങട്ടെ, വേഗം തീർക്ക. വാടാ നാരായണ. എല്ലാവരും കുടിക്കണം. നേരെ എന്താ വേണ്ടത്? ഒരു ചായ ഇട്. ചായ? ഈ പടത്തിന്റെ പേരെന്താ? വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്കിത്ര ജോലിയുണ്ട്. എന്റെ പേര് അപ്പൂന്ന. എല്ലാ ആഴ്ച അവിടെ നിന്ന് സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? ജാനു. ഇന്നെന്തെത്ര സന്തോഷം. പെൺകുട്ടികൾ അധികം ചിരിച്ചാലുണ്ടല്ലോ കരയേണ്ടി വരും. വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസമെങ്കിലും കൂട്ടാവല്ലോ. നീ ആ കത്തിയും എടുത്തു. ചേച്ചി, അച്ഛന് നല്ല സന്തോഷമുള്ള ദിവസം. ഞാൻ ഇന്ന് കാശ് മേടിക്കും. സിനിമയ്ക്കാ? അല്ല, ജാക്കറ്റ് എടുക്ക. വേഗം കൊണ്ടുപാടി.
ഇത് വരട്ടുവോ കറി വെക്കോ? അച്ഛന് വരട്ടിയതല്ലേ ഇഷ്ടം? അവിടെ ഇറി. ദാവത്തോണ്ട് വയ്ക്ക്. ഞാനൊരു 2 രൂപ എടുത്തിട്ട് അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കരി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റൊക്കെ പിന്നെ വാങ്ങിക്കാം. അത് അകത്തോണ്ട് വയ്ക്ക്.